വിമലഹൃദയ പ്രതിഷ്ഠ 17-ാം ദിവസം. പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ മഹാവിജയത്തിൻ്റെ പൂർത്തീകരണം ഇനിയും ആയിട്ടില്ല. എൻ്റെ മക്കളുടെ പ്രതികരണത്തെ അത് ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഉറപ്പായി പറയുന്നു, കാറ്റുപോലെ അത് വരും. എവിടെ നിന്ന് അത് വരുന്നു എന്ന് നിങ്ങൾ അറിയുകയില്ല. അത് എത്ര സമീപത്തെന്നോ എത്ര ദൂരത്തെന്നോ നിങ്ങൾ അറിയുകയില്ല. അതിൻ്റെ വേഗമേറിയ പോക്ക് നിങ്ങൾക്ക് മനസ്സിലാകും, ശബ്ദവും കേൾക്കും. എൻ്റെ കുഞ്ഞുമക്കളെ, ഒരുങ്ങിയിരിക്കുക. വഴികാട്ടി. നമ്മുടെ ആത്മാവിൻ്റെ സമൃദ്ധമായ ജീവനു വേണ്ടി ദൈവം വിഭാവനം ചെയ്ത ഉന്നതമായ ഒരു തലമുണ്ട്. ദൈവവുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ തലത്തിനുള്ളത്. ഇത് സാധ്യമാക്കുന്നതാണ് സമർപ്പണത്തിലൂടെ ദൈവമാതാവ് സൃഷ്ടിക്കുന്ന ബന്ധം. അമ്മയെ നിഷേധിക്കുന്നവർക്ക് ഈ ബന്ധം ഒരിക്കലും ലഭിക്കുകയില്ല. ദൈവം സൃഷ്ടിക്കുന്ന കൂട്ടായ്മയ്ക്കുള്ളിൽ മാത്രമേ ഈ കൃപ ലഭിക്കുകയുള്ളൂ. യേശുവിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ആത്മാവിൽ യേശുവും ജീവിക്കുമ്പോൾ ആത്മാവിന് രൂപഭാവമാറ്റങ്ങൾ സംഭവിക്കുന്നു. യേശു രൂപപ്പെട്ട മാതാവിനുള്ളിലാണ് എല്ലാ കൂദാശകളുടെയും കലവറ സ്ഥിതി ചെയ്യുന്നത്. ദൈവപുത്രനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നാം മാതാവിന് സ്വയം സമർപ്പിക്കുന്നു. പ്രവൃത്തിപദം. അമ്മയുടെ മഹാവിജയത്തിൽ പങ്കുചേരാൻ നാം ജാഗരൂകരായിരിക്കണം. വിളക്കും എണ്ണയുമായി കാത്തിരുന്ന കന്യകമാരെ പോലെ അപ്രതീക്ഷിത സമയത്ത് കൃപയുടെ മഹാപ്രഭാവത്തിൽ മഹാവിജയം സംഭവിക്കും. സമാധാനത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പീഡനം നമ്മെ ഗ്രസിക്കുമ്പോൾ നമുക്ക് നല്ല മാതൃകയാകാം. സത്യമായിരിക്കട്ടെ നമ്മൾ ഉയർത്തുന്ന പടവാൾ. ഇരുട്ടിൽ തപ്പി നടക്കുന്നവർക്ക് നാം വെളിച്ചമാകണം. മാതാവിന് സമർപ്പിക്കപ്പെട്ടവർക്ക് ഈ സമയം പുണ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയുമാണ്. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, നിന്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അമ്മയുടെ മഹത്വത്തിൻ്റെ ആഗമനത്തിനായി നിറവിളക്കുമായി ഞാൻ കാത്തിരിക്കട്ടെ. അങ്ങ് പ്രത്യുത്തരം നൽകിയതുപോലെ ഞാനും ദൈവഹിതത്തിന് ഉത്തരം നൽകട്ടെ. കുരിശിൽ കിടന്ന യേശുവിൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തിയ സ്നേഹാഗ്നി ജ്വാല എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞ് സ്വന്തമാക്കട്ടെ. അമ്മയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കട്ടെ. എൻ്റെ ഈ പ്രാർത്ഥനകൾ എല്ലാം അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ആമേൻ.